സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മഴക്കാല ശുചീകരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ മന്ത്രിമാരുടെ അവലോകന യോഗങ്ങൾക്ക് പോലും വിലക്ക്. പകർച്ചവ്യാധി പ്രതിരോധ യോഗങ്ങളും പ്രതിസന്ധിയിൽ. രാജ്യം നാളെ 6ാം ഘട്ടം ബൂത്തിലേക്ക്. വിധിയെഴുതുക 58 മണ്ഡലങ്ങൾ. ബിജെപിക്ക് തിരിച്ചടിയായി കർഷകരോഷം. ആത്മവിശ്വാസത്തോടെ ഇന്ത്യ സഖ്യം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുത്തു. അന്വേഷണത്തിൽ തൃപ്തി എന്ന പെൺകുട്ടിയുടെ പിതാവ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. പ്രാഥമിക ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് ലഭിച്ചേക്കും. ഭാനുപ്രകാശ് രചിച്ച് തൃശൂർ സമത പ്രസിദ്ധീകരിക്കുന്ന മച്ചാട് വാസന്തിയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ കെ ശൈലജ ടീച്ചർ പ്രകാശനം ചെയ്തു. പച്ചപ്പനദത്ത, ഒരു കമ്മ്യൂണിസ്റ്റ് ഗായികയുടെ ജീവിതവും കലയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച കോഴിക്കോട് വെച്ച് നടക്കും. കോഴിക്കോട് കിനാലൂരിലെ KSIDC കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. കനത്ത മഴയെ തുടർന്നാണ് മതിൽ തകർന്നത്. KSTA വടകര സബ് ജില്ലാ HM ഫോറം സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൈമറി പ്രധാനാധ്യാപകർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിഷ കെ ഉദ്ഘാടനം ചെയ്തു. കായണ്ണ ഗവൺമെന്റ് HSS പ്രധാനാധ്യാപകൻ പ്രമോദ് KV സെഷനുകൾക്ക് നേതൃത്വം നൽകി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും മുൻകരുതലെടുക്കണമെന്നും നിർദ്ദേശം. കൊല്ലം ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. മെയ് 24, 27 തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനാഘോഷവും മഴക്കാലപൂർവ്വ ശുചീകരണ ബോധവൽക്കരണ കലാജാഥയും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. (2024-25) അധ്യയന വർഷത്തേക്കുള്ള +1 സ്പോർട്സ് കോട്ട അഡ്മിഷന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ആരംഭിച്ചു. രജിസ്ട്രേഷനും വെരിഫിക്കേഷനും മെയ് 29 വരെയാണ്. സ്കൂളുകളിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നതിന് ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തും. ഇന്ന് രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊല്ലം വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് സിറ്റിംഗ് നടക്കുക. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടിയുമായി ഫിഷറീസ് വകുപ്പ്. മീനുകളുടെ സഞ്ചാരപഥത്തിനു തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്.
വിവാഹ ചടങ്ങിനിടെ നവദമ്പതിമാരുടെ ചുംബനത്തെ ചൊല്ലി വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. ഉത്തർപ്രദേശിലെ ഹപൂരിലാണ് സംഭവം. വരൻ വധുവിന് പരസ്യമായി ചുംബനം കൊടുത്തതാണ് വധുവിന്റെ വീട്ടുകാരെ ചൊടിപ്പിച്ചത്. ഡോക്ടറോട് ലൈംഗികാതിക്രമം. നഴ്സിംഗ് ഓഫീസറെ പിടികൂടാൻ ആശുപത്രി വാർഡിൽ ജീപ്പ് ഓടിച്ചു കയറ്റി പോലീസ്. പോലീസ് ജീപ്പുമായി എത്തുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ബംഗളൂരുവിൽ മയക്കുമരുന്ന് പാർട്ടിയിൽ തെലുങ്ക് നടിയും. പാർട്ടിയിൽ പങ്കെടുത്ത 103 പേരിൽ 86 പേരുടെയും രക്തസാമ്പിളുകളിൽ മയക്കുമരുന്ന് കഴിച്ചതായി കണ്ടെത്തി. ഇതിൽ നടി ഹേമയും ഉൾപ്പെടുന്നു. കർണാടകയിലെ ബെലഗാവിയിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി റിപ്പോർട്ട്. പ്രസാദം കഴിച്ച നിരവധി ആളുകൾക്കാണ് വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവ അനുഭവപ്പെട്ടത്. ഭാരതിയാർ സർവകലാശാലയുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ഷൺമുഖമാണ് മരിച്ചത്. ബംഗാളിലെ കലിപ്പോങ്ങിൽ നിന്ന് യുവാക്കൾ കേദാർനാഥിലേക്ക് ഓടിക്കയറി. 43 ദിവസം കൊണ്ടാണ് യുവാക്കൾ 1800 കിലോമീറ്റർ ഓടി കേദാർനാഥിലെത്തിയത്. ഹൈദരാബാദിൽ ഓട്ടോയിൽ പോകവേ യുവതിയുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകം. ഓട്ടോ ഡ്രൈവറായ ഭർത്താവിനൊപ്പം സഞ്ചരിക്കവേ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് ബഹളം വെച്ച് യുവതി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാർ ഓട്ടോ ഡ്രൈവറായ ഭർത്താവിനെ പിടികൂടി മർദ്ദിച്ചു. ഹൈദരാബാദിൽ നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. കുട്ടികളില്ലാത്തവരെ സഹായിക്കുക എന്ന വ്യാജേനയാണ് പ്രതികൾ കുട്ടികളെ വിൽക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മെയ് 28-ന് ദക്ഷിണ കൊറിയ സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഷെയ്ഖ് മുഹമ്മദ് ദക്ഷിണ കൊറിയയിൽ എത്തുക. നൂറ് വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷമായി എന്ന് കരുതിയിരുന്ന തിമിംഗലങ്ങളെ വീണ്ടും കണ്ടെത്തിയതായി ഗവേഷകർ. വംശനാശം സംഭവിച്ചുവെന്ന് കരുതിയിരുന്ന സെയ്ദ് തിമിംഗലങ്ങളെയാണ് അർജന്റീനയിലെ പാറ്റഗോണിയൽ തീരത്ത് കണ്ടെത്തിയത്. ൽ ആരംഭിച്ച ഒരു പഠനം പൂർത്തിയായത് 15 വർഷങ്ങൾക്ക് ശേഷം. ഫിലിപ്പീൻസിലെ ലൂസോൺ ദ്വീപിൽ വവ്വാലുകൾ ഉൾപ്പെടെ 56 ഇനം സസ്തനികളുണ്ടെന്നും അവയിൽ 52 എണ്ണം പ്രാദേശികമാണെന്നും ഈ പഠനത്തിൽ കണ്ടെത്തി. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയറായി മലയാളിയായ ബൈജു വർക്കി തിട്ടാല. തൊഴിലിടങ്ങളിൽ മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് ബൈജു വർക്കി. UK-യിൽ നടന്ന ഇന്റർ ഫാഷൻ ഷോയിൽ ഫൈനലിസ്റ്റായി മലയാളി നഴ്സ്. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി മാർട്ടിന മാർട്ടിനാണ് ഇന്റർ UK ഫാഷൻ ഷോയിൽ ഫൈനൽ വരെ എത്തിയത്. മൂന്നാമത് ബ്രിട്ടീഷ് കബഡി ലീഗ് മത്സരങ്ങളിൽ വനിതാ വിഭാഗത്തിൽ നോട്ടിംഗാം റോയൽസ് വനിതാ ടീമിന് വിജയം. ഇത്തവണ ആദ്യമായാണ് മത്സരങ്ങളിൽ മലയാളികളുടെ ടീമായ നോട്ടിംഗാം റോയൽസ് വനിതാ ടീമിനെ രംഗത്തിറക്കിയത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രമായ ടർബോ യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തും. യൂറോപ്പിലെ
31 രാജ്യങ്ങളിലെ 300ഓളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ഇവയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ യുകെയിൽ. രോഗികൾക്ക് കുത്തിവയ്പ് നൽകിയെന്ന് വ്യാജരേഖകൾ ചമച്ച ഡോക്ടർമാർ കുറ്റസമ്മതം നടത്തി. ഡാലസ് നഗരത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരാണ് ആരോഗ്യ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം സമ്മതിച്ചത്. കാനഡ മലയാളികൾക്കായി മധുരഗീതം 101.3 FM സംഘടിപ്പിക്കുന്ന മിസ് ആൻഡ് മിസിസ് മലയാളി കാനഡ 2024 സൗന്ദര്യ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഓക്വില്ലിലെ മീറ്റിംഗ് ഹൌസിൽ നടക്കുന്ന മത്സരത്തിൽ ജഡ്ജായി പൂർണിമ ഇന്ദ്രജിത്ത് എത്തും. പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ജിസ് ജോയ് ചിത്രം തലവൻ ഇന്ന് തിയേറ്ററുകളിലേക്ക്. ബിജു മേനോൻ, ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ഈ ജിസ് ജോയ് ചിത്രം 2 വ്യത്യസ്ത റാങ്കുകളിലുള്ള പോലീസ് ഓഫീസർമാരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നടൻ രജനീകാന്തിന് UAE ഗോൾഡൻ വിസ നൽകി. അബുദാബി കൾച്ചറൽ ആൻഡ് ടൂറിസം വകുപ്പിന്റെ ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക്കാണ് താരത്തിന് വിസ നൽകിയത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ചടങ്ങിൽ അതിഥിയായി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നേതൃനിരയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബുവും സ്ഥാനമൊഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ അമ്മയുടെ മുഖഛായ മാറുമെന്ന് സൂചന. മലയാള പുരസ്കാര സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള മലയാള പുരസ്കാരം 1199 നടൻ മധുവിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മന്ദാകിനി ഇന്ന് തിയേറ്ററുകളിലേക്ക്. സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനാണ് ചിത്രം നിർമ്മിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഛായാഗ്രഹണത്തിന് നൽകുന്ന പ്രത്യേക പുരസ്കാരം വിഖ്യാത ഇന്ത്യൻ ഛായാഗ്രഹനും മലയാളിയുമായ സന്തോഷ് ശിവൻ ഇന്ന് സമ്മാനിക്കും. പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ. ഇന്ത്യൻ വിപണിയിലേക്ക് പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് പോക്കോ F6 5G എന്ന ഏറ്റവും പുതിയ ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ പ്ലാറ്റ്ഫോമാണ് അവതരിപ്പിക്കുക. വിവാടെക് ഇവന്റിൽ ഹോണർ 200 സീരീസിന്റെ ആഗോള ലോഞ്ച് തീയതി ജൂൺ 12 പ്രഖ്യാപിച്ചു. ഗൂഗിൾ ക്ലൗഡുമായി സഹകരിച്ച് വികസിപ്പിച്ച ഹോണറിന്റെ നോവൽ 4 ലെയർ AI ആർക്കിടെക്ചർ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഈ സ്മാർട്ട് ഫോണുകളായിരിക്കും. ഓപ്പോയുടെ റെനോ സീരീസിലേക്ക് പുതിയ 2 ഫോണുകൾ കൂടി. ചൈനയിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ ഓപ്പോ റെനോ 12, ഓപ്പോ റെനോ 12 പ്രോ സീരീസ് എന്നിവയാണ് പുറത്തിറക്കിയത്. വിവോ S19 സീരീസ് മെയ് 30 ചൈനയിൽ ലോഞ്ച് ചെയ്യും. വിവോ S19 സീരീസ് ഗിഗ്ബെഞ്ച് ബെഞ്ച്മാർക്ക് ഡാറ്റാബേസിൽ പ്രോസസർ വെളിപ്പെടുത്തിയിരുന്നു. സാംസങ്ങിന്റെ സ്മാർട്ട് റിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടു. റിപ്പോർട്ടുകൾ അനുസരിച്ച് വിരലിൽ ഘടിപ്പിക്കാവുന്ന ഫിറ്റ്നസ് ട്രാക്കറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് പുറത്തുവന്നത്. കടമായി സാധനങ്ങൾ വാങ്ങാനുള്ള ഓപ്ഷൻ നവീകരിച്ചു ഗൂഗിൾ പേ. ലഭ്യമായ റിവാർഡുകളെ പറ്റി അറിയിപ്പ് നൽകുന്ന ഫീച്ചർ
ഓട്ടോഫിൽ ഫീച്ചർ, ബൈ നൗ പേ ലേറ്റർ ഫീച്ചർ എന്നിവയാണ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്ത ഫോട്ടോകൾ തിരിച്ചു വരുന്നെന്ന പരാതി പരിഹരിക്കാനായി പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുറത്തിറക്കിയ ആപ്പിൾ. iOS 17.5.1 എന്ന ഈ അപ്ഡേറ്റിൽ ഉപയോക്താക്കൾ ഉന്നയിച്ച പ്രശ്നത്തിനുള്ള പരിഹാരം ഉൾപ്പെടുന്നു. പുതിയ പ്ലാൻ ആനുകൂല്യങ്ങൾ അവതരിപ്പിച്ച് BSNL 60 Mbps ഡൗൺലോഡ് അപ്ലോഡ് വേഗതയും 3.3 TB പ്രതിമാസ ഡേറ്റയുമാണ് ഈ പ്രതിമാസ പ്ലാനിൽ ലഭ്യമായിരിക്കുന്നത്. മികച്ച ഓഫ് റോഡിംഗ് സൈനിക വാഹനമായ പൊളാരിസ് MR-ZR D4 ഇനി ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തം. 250 പൊളാരിസ് MR-ZR D4ലേക്കുള്ള മൊബിലിറ്റി സേനാ വ്യൂഹമാണ് സൈന്യത്തിനായി തയ്യാറാക്കിയത്. 6 പേർക്കിരുന്ന് സഞ്ചരിക്കാവുന്ന ഈ വാഹനം നിരീക്ഷണവും സവിശേഷ ദൗത്യങ്ങളും അടക്കം നിരവധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാവും. മോട്ടറോള 5G സ്മാർട്ട് ഫോണിന് ഡിസ്കൗണ്ടുമായി രംഗത്തെത്തി ഫ്ലിപ്കാർട്ട്. ബജറ്റ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് മികച്ച ഫീച്ചറുകളുമായി ലോഞ്ച് ചെയ്യപ്പെട്ട മോട്ടറോള G64 5Gക്കാണ് ഡിസ്കൗണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾബാക്ക് അൽവാരോ ഫെർണാണ്ടസിനെ ബെൻഫിക സ്ഥിര കരാറിൽ സ്വന്തമാക്കി. ഈ സീസണിന്റെ അവസാനം വരെയുള്ള ഒരു ലോണിലായിരുന്നു താരം പോർച്ചുഗീസ് ബെൻഫിക്കയ്ക്കായി കളിച്ചു വരുന്നിരുന്നത്. സ്പാനിഷ് പരിശീലകൻ ലൊപെറ്റഗി ഇനി വെസ്റ്റ് ഹാമിന്റെ പരിശീലകൻ. ലൊപെറ്റഗിയും വെസ്റ്റ് ഹാമും തമ്മിൽ 2 ആഴ്ച മുൻപാണ് കരാർ ധാരണയിലെത്തിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.